അത് ഇത്രയും വെള്ളം വന്നിട്ടും ഇതിൻ്റെ ഒരു അറിയിപ്പ് ഞാനൊക്കെ സ്കൂളിലോട് ബാധിച്ച ആളാണ്, ശരിക്കും വീടൊക്കെ ബാധിച്ച ആളാണ്. ഇപ്പം ഇതിന് ബാധിച്ചേ വീടൊക്കെ പോയോ? ആ വീട് പോയിരിക്കുകയാണ്. സ്കൂളിലോട് HS റോഡിലാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ പോയോ? അതോ മൊത്തം പോയി എന്ന് വെച്ചാൽ ബാക്ക് സൈഡെല്ലാം പോയി, താഴെ വീടെല്ലാം പോയി. ഒരു തലനാരിഴക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്ത വീട്ടിലേക്ക്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടോ? ആ സമയത്ത് ഞാൻ സാധാരണ പുറത്താണ്, കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. അന്നൊരു ദിവസം ഞാൻ വീട്ടിൽ ലീവ് എടുത്ത് നിന്ന് അന്ന് എൻ്റെ ഫാമിലിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അങ്ങനെ ഷിജു അന്നിപ്പോ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നല്ല മഴയല്ലായിരുന്നു 2 ദിവസം? അതിന്റെ തലേ ദിവസം വെള്ളം കൂടി. സൺഡേയോ അതുപോലെ നല്ല മഴയായിരുന്നു. സൺഡേ മഴ ചെയ്തിട്ട് താഴെയുള്ള ഫാമിലിയൊക്കെ മേലെ കയറിയിട്ട് അന്ന് 5:30 വരെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു 2-3 ഫാമിലികളൊക്കെ താമസിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം അവർ വൈകുന്നേരം 5 മണിക്ക് വന്നിട്ടാണ് സാധനം കുറച്ച് പ്രൂഫൊക്കെ ആയിട്ടാണ് താഴെയുള്ള ഫാമിലി, ഇപ്പോൾ പോയ ഫാമിലി, മരണപ്പെട്ട ഫാമിലിയൊക്കെ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ ആയി സഞ്ചിയിലായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ പിറ്റേ ദിവസം 5 മണിക്ക് ഈ പ്രൂഫൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോയി. കുഴപ്പമൊന്നുമില്ല, എവിടുന്ന് അനൗൺസ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് തലേ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാർ തിരിച്ചുപോയി. തലേ ദിവസം വീട്ടിലേക്ക് പ്രൂഫ് കൊണ്ടുവന്ന ആൾ 5 മണിക്ക് വന്ന് വൈകുന്നേരം 5 അവരുടെ പേരെന്താ? അവർ രത്തിനി എന്ന് പറഞ്ഞ ചേച്ചി, സാവിത്രി ചേച്ചിയുണ്ട്, സവിതേച്ചിയുണ്ട്, ഇവരെ ഗുരുമല. പ്രൂഫ് നിങ്ങളുടെ വീട്ടിൽ വെച്ചോ? അല്ല, പ്രൂഫും വൈകുന്നേരം കൊണ്ടുപോയി 5 മണിക്ക് വന്ന് മേടിച്ചിട്ട് പോയത്. അപ്പോൾ ഈ സാവിത്രി ചേച്ചി, ഗുരുമലൻ, ഇവരെല്ലാം മരണപ്പെട്ടു. എല്ലാ വീടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തടുത്ത വീട്. നിങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്ന സമയത്ത് 1:30 ആകുമ്പോൾ ശബ്ദം കേട്ടാണോ? 1:30 ആകുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ്, അന്ന് കറണ്ടും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഫുള്ള് വെള്ളം, വീടിൻ്റെ മേലെ വരെ വെള്ളം വന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ പുഴയിൽ നിന്നുള്ള വെള്ളം കയറി വരിക എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള എൻ്റെ ചെറിയമ്മയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫാമിലീനെ ഞാൻ എടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടി. ഞാൻ അതിൻ്റെ മേലെ ടെറസിന് മേലെ തൊട്ടടുത്ത വീട്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 4 ഫാമിലി വേറെ ഉണ്ടായിരുന്നു, അടുത്തുള്ള വീട് ഫാമിലി. അപ്പോൾ അങ്ങനെ ടോർച്ചിൻ്റെ വെളിച്ച് ആ വീട്ടിൽ ഞാൻ കയറിയ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ടോർച്ചിൻ്റെ വെളിച്ച് ചുറ്റും വെളിച്ചം കാണാം. അടിച്ചു നോക്കുമ്പോൾ പുഴയിൽ വെള്ളം കുറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉരുളിങ്ങനെ പൊട്ടി വരുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നുണ്ട്, ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള വീട്ടുകാരെ ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെയുള്ള വീട്ടിൽ ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെയുള്ള വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ടെറസിൻ്റെ മേലെ കയറി ടോർച്ച് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ടോർച്ച് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനും കൂടി കണ്ടുകൊണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്നുണ്ട്, ഫുള്ള് അവരെ ഫോൺ ബിസി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഞാൻ വീട്ടിൽ മേലെ ടെറസിൻ്റെ മേലെ പോയിട്ട് നമ്മൾ വിചാരിക്കുന്നത് സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞ ദിവസം തൊട്ട് മുന്നത്തെ ദിവസം വെള്ളം കയറിയതാണല്ലോ, അപ്പോൾ ഈ ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് പാറ എല്ലാം പൊട്ടി വരുന്നത് ഞങ്ങൾ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മൻസൂർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞ് നമ്മുടെ ലൈഫ് പോകാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എല്ലാം ഇപ്പോൾ ഇത് എല്ലാവരും തീരും, നല്ലപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും, ചിലപ്പം ഒരു നിമിഷം ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞ്. തുറന്ന് നോക്കി 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഡോർ ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഡോർ തുറന്ന് ആ ഉരുൾ പൊട്ടി വരുന്ന ഭാഗം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ചെറിയ ടോർച്ച് അടിച്ച് മൂപ്പര് നോക്കിയപ്പോൾ ഉരുൾ പൊട്ടി വരുന്ന കണ്ടപ്പോൾ മൂപ്പര് വാലടച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മളെല്ലാവരും തീരാൻ പോവുകയാണ്. ഇത് ആ വീട്ടിലാണെങ്കിൽ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഇതിൽ കുടിക്കാൻ വെള്ളം നോക്കുമല്ലോ, ആ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചോ? അല്ല, മരണപ്പെടാൻ പോകണമല്ലോ സാറേ. മരണപ്പെടാൻ പോകുകയെന്ന് വെച്ചാൽ ആ വീട്ടിൽ 5 ഫാമിലിയായി, കുടിക്കാൻ വെള്ളമില്ല, ഉരുൾ പൊട്ടി വരികയാണ്, ഞങ്ങളിപ്പോൾ തീരാൻ പോവുകയാണെന്നുള്ള ഇതിലായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ അടച്ചിട്ട് ആ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ ഉരുൾ പൊട്ടി വന്ന 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ വന്ന ഉരുൾ പൊട്ടി വന്നത് സൈഡ് ഭാഗത്തേക്ക് പോയി. ആ ഭാഗത്തുള്ള ഫാമിലി മുഴുവൻ നഷ്ടപ്പെട്ടു. താഴെ ഭാഗത്തും ഞങ്ങൾ നിന്ന ആ വീട് സേഫായിട്ട് 2 സൈഡിലേക്ക്. ഈ ഒരുപക്ഷെ ഈ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറുമായിരുന്നു. സത്യമായിട്ട് നമുക്ക് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നിട്ട് ഇത്രയും ഫാമിലി നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ആ ഒരാൾ നഷ്ടപ്പെടും. ഇത് ഒരു അറിയിപ്പോൾ നമുക്ക് തലേ ദിവസം വന്നിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവിടെ അടുത്തുള്ള ചേച്ചിനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാവിത്രി ചേച്ചിനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് എവിടെ നിന്ന് ഇൻഫർമേഷനൊന്നും വന്നിട്ടില്ല, അങ്ങനെയാണ് നമ്മൾ മേലേക്ക് അവരൊക്കെ ഇന്ന് മരണപ്പെട്ട്. ആ പറഞ്ഞ എന്നോട് കുട്ടിക്കാലം മുതലേ ഇടപഴകിയ മനുഷ്യരല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഇടപഴകി. ഞാൻ പാടിയിലാണ് താമസിച്ചത്, എസ്റ്റേറ്റിൻ്റെ പാടിയിലാണ് താമസിച്ചത്. പിന്നെ ഇപ്പോൾ 2020 ഞാനൊരു വീട് വെച്ചത്. ഞാനല്ല, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട്, അമ്മ റിട്ടയർമെൻറ്റ് 2019 റിട്ടയർമെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ അവിടെ ഒരു വീട് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് നല്ലൊരു ലൈഫിൽ ഇത് ചെറിയൊരു ഫണ്ട് കിട്ടി, അതിലാണ് അമ്മ വീട് വെക്കുന്നത്. ആ വീടാണ് ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ വീട് നഷ്ടപ്പെട്ടാലും സ്ഥലം നഷ്ടപ്പെട്ടാലും പോട്ടെ, കുറേ ഫാമിലി പോയി. അവർ അറിയിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഫാമിലിയൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെ ക്യാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ജീവൻ നമുക്ക് അവിടെ പോകില്ലായിരുന്നു. നിങ്ങളുടെ ഇനിയുള്ളൊരു ആവശ്യം എന്താ? നിങ്ങൾ ഇനി ആ വീട്ടിൽ തിരിച്ചു പോയി താമസിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഇല്ല, അതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാം. നമ്മളിപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്, മേപ്പാടി ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് അതാണ് കാണാൻ.